Hi all, welcome to Learn CSIT. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് ഡെഡ്ലോക്ക്. നമുക്ക് എക്സാമ്പിൾ വെച്ച് ഡെഡ്ലോക്ക് എന്താണെന്ന് പഠിക്കാം. ഇവിടെ രണ്ട് റിസോഴ്സ് ഉണ്ട്, P1 ആൻഡ് P2. P1ന് അസൈൻ ചെയ്തിരിക്കുന്ന റിസോഴ്സ് ആണ് R1. P2ന് അസൈൻ ചെയ്തിരിക്കുന്ന റിസോഴ്സ് ആണ് R2. ഓക്കെ, P1ന് R1 എന്നൊരു റിസോഴ്സ് അസൈൻ ചെയ്തിട്ടും P2ന്റെ റിസോഴ്സ് ആയ R2ന് വേണ്ടി വെയിറ്റിംഗ് ആണ് P1. P2ന് R2 എന്ന റിസോഴ്സ് ഉണ്ടായിട്ടും P1ന്റെ റിസോഴ്സ് ആയ R1ന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ അവിടെ എന്തുണ്ടാവും? ബ്ലോക്ക് ആവും ഇല്ലേ? ഈ എക്സിക്യൂഷന് എന്ത് ചെയ്യും? ബ്ലോക്ക് ആകും. ഈ ഒരു കണ്ടീഷനാണ് ഡെഡ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് execution of two or more processes is blocked because each process holds some resource and waits for another resource held by some other process. Clear ആണല്ലോ? അതായത് process P1 holds resource R1 and wait for resource R2 which is held by process P2. Process P2 hold resource R2 and waits for resource R1 which is held by process P1. None of the two processes can complete and release their resource. Thus both the processes keep waiting infinitely. Next എന്താണ്? Conditions for deadlock. അതായത് ഡെഡ്ലോക്ക് ഒക്കർ ചെയ്യാൻ 4 നെസസറി കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസ് വരുമ്പോഴാണ് ഡെഡ്ലോക്ക് ഒക്കർ ചെയ്യുന്നത്. ഏതൊക്കെയാണ് 4 കണ്ടീഷൻസ്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ ആൻഡ് സർക്കുലർ വെയിറ്റ്. ഈ 4 കണ്ടീഷൻ വരുമ്പോഴാണ് ഡെഡ്ലോക്ക് ഒക്കർ ചെയ്യുന്നത്. ഫസ്റ്റ് നെസസറി കണ്ടീഷൻ എന്താണ്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ആണ്. There must exist at least one resource in the system which can be used by only one process at a time. അതായത് രണ്ട് പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു റിസോഴ്സ് ഉണ്ടായിരിക്കും ഇല്ലേ? ഈ ഒരു പ്രോസസ്സിന് മാത്രമേ അറ്റ് എ ടൈമിൽ ആ റിസോഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതായത് P1 എന്നൊരു പ്രോസസ്സും ഉണ്ട്, P2 എന്നൊരു പ്രോസസ്സും ഉണ്ട്. ഇവിടെ P1ന് അസൈൻ ചെയ്തിരിക്കുന്ന റിസോഴ്സ് ആണ് R1. P2ന് ഒരിക്കലും R1നെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെ റിസോഴ്സ് ഇല്ലെങ്കിൽ അവിടെ ഡെഡ്ലോക്ക് ഒക്കർ ചെയ്യില്ല. ഓക്കെ, അവിടെ ഒരു റിസോഴ്സ് ഉണ്ടായിരിക്കണം. ഇപ്പൊ രണ്ട് പ്രോസസ്സ് വരുന്നു, ഈ പ്രോസസ് അറ്റ് എ ടൈമിൽ R1നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ ആണ് ഹോൾഡ് ആൻഡ് വെയിറ്റ് കണ്ടീഷൻ. There must exist a process which holds multiple resources and waits for another resource held by some other process. എന്താ മീൻ ചെയ്യുന്നത്? മൾട്ടിപ്പിൾ റിസോഴ്സസ് ഉണ്ട്, ഒരു പ്രോസസ്സിന് മൾട്ടിപ്പിൾ റിസോഴ്സസ് ഉണ്ട്, എന്നിട്ടും മറ്റൊരു പ്രോസസ്സിന്റെ റിസോഴ്സിന് വേണ്ടി അത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈ കണ്ടീഷനാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾ നോക്കിയേ, രണ്ട് പ്രോസസ് P1 ആൻഡ് P2. P2ന് രണ്ട് റിസോഴ്സ് ഉണ്ട്, R1 ആൻഡ് R2. ഇത് ഓൾറെഡി അലോക്കേറ്റ് ചെയ്തിരിക്കുവാണ്. എന്നിട്ടും P2 എന്താണ്? P1ന് അലോക്കേറ്റ് ചെയ്ത റിസോഴ്സ് R3 എന്ന റിസോഴ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ അവിടെ ഡെഡ്ലോക്ക് ഒക്കർ ചെയ്യാം. ഈ കണ്ടീഷനാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രോസസ്സിന് മൾട്ടിപ്പിൾ റിസോഴ്സ് ഉണ്ടായിട്ടും മറ്റൊരു പ്രോസസ്സിന്റെ റിസോഴ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിരിക്കുവാണ് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഈ കണ്ടീഷനാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ് കണ്ടീഷൻ. നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ് പറയുന്നത്? നോ പ്രിയംഷൻ. Once the resource has been allocated to the process, it cannot be preempted. It means resource cannot be snatched forcefully from one process and given to other process. The process must release the resource voluntarily by itself. അതായത് ഒരു പ്രോസസ്സിന് ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത റിസോഴ്സ് ഉണ്ട്. ഈ റിസോഴ്സിനെ ഫോഴ്സ്ഫുള്ളി ആയിട്ട് മറ്റൊരു പ്രോസസ്സിന് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഈ പ്രോസസ്സ് അലോക്കേറ്റ് ചെയ്ത റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത പ്രോസസ്സ് സ്വന്തമായിട്ട് എന്താണ് റിലീസ് ചെയ്യണം. അതായത് അതിന്റെ യൂസ് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഫോഴ്സ്ഫുള്ളി മറ്റൊരു പ്രോസസ്സിന്
അലോക്കേറ്റ് ചെയ്ത റിസോഴ്സസിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതാണ് നോ പ്രിയംഷൻ എന്ന് പറയുന്നത്. സോ ആ കേസിൽ അവിടെ എന്താണ് ഡെഡ്ലോക്ക് ഒക്കർ ചെയ്യാം. അതായത് ഒരു പ്രോസസ്സിനും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ആ വെയിറ്റിംഗ് ചെയ്ത പ്രോസസ്സ് എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ ഡെഡ്ലോക്ക് ഒക്കർ ചെയ്യും. നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? സർക്കുലർ വെയിറ്റ്. All the processes must wait for the resource in a cyclic manner, where the last process waits for the resource held by the first process. അതായത് 4 പ്രോസസ് ഉണ്ട്. ഈ എക്സാമ്പിൾ നോക്ക്. P1, P2, P3, P4. Process P1 waits for the resource held by process P2. Process P2 waits for resource held by process P3. Process P3 waits for a resource held by process P4. Process P4 waits for the resource held by process P1. അതായത് P1, P2, P3, P4 4 പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സുകൾ മറ്റൊരു അതായത് P1 P2ന്റെ റിസോഴ്സസിനെ വെയിറ്റ് ചെയ്യുന്നു, P2 P3ന്റെ റിസോഴ്സിനെ വെയിറ്റ് ചെയ്യുന്നു, P3 P4ന്റെ റിസോഴ്സിനെ വെയിറ്റ് ചെയ്യുന്നു, P4 P1ന്റെ റിസോഴ്സിനെ വെയിറ്റ് ചെയ്യുന്നു. സോ സർക്കുലർ വെയിറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. സോ ഒരു സിസ്റ്റം ഡെഡ്ലോക്കിലാണ് എന്ന് പറയണമെങ്കിൽ ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ സിസ്റ്റം ഡെഡ്ലോക്കിലാണ് എന്ന് പറയാൻ പറ്റൂ. അതായത് ഇഫ് എനി ഓഫ് ദീസ് കണ്ടീഷൻസ് ഫെയിൽ, then the system can be ensured deadlock free. Okay.